കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യങ് പ്ലെയർ ആയിട്ടുള്ള കോറു സിംഗുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ക്ലബ്ബ് നടത്തുന്നു. ഒഫീഷ്യലി തന്നെ അത് കൺഫേം ചെയ്യുന്നു. 4 വർഷത്തേക്ക്, അതായത് 2029 വരെ കോറു സിംഗ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ഡിസിഷനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഗുഡ് ഡിസിഷൻ എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ 18 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ മാസമാണ് 18 വയസ്സായത്. നമ്മൾ 17 വയസ്സെന്ന് ലെവലിൽ അദ്ദേഹം അരങ്ങേറ്റം നടത്തുമ്പോൾ 17 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. സോ അവിടെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു പെർഫോമൻസ് ഒക്കെ തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ലെവലിൽ വന്നപ്പോഴൊക്കെ കോൺട്രിബ്യൂഷൻസ് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. സോ ഐ ആം ഹാപ്പി. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഫാൻസും ഹാപ്പി ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ഇനി എൻ്റെ ഒരു സ്ട്രിക്ട്ലി പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ കൂടി ഈ ഒരു വിഷയത്തിൽ പറയാം. കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പം കോറു സിംഗിനെ അദ്ദേഹം വളരെ യങ്ങാണ്, അദ്ദേഹത്തെ ഫസ്റ്റ് 11ൽ റിലേ ചെയ്യുന്നതിലുണ്ടാകുന്ന പ്രശ്നം ക്ലബിനും അതുപോലെ തന്നെ ആ പ്ലെയറിനും ഉണ്ടാകും എന്നുള്ളത്. അപ്പം ചിലവരെങ്കിലും ചോദിച്ചിരുന്നു, ഇപ്പം ലെമീൻ യമാലിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വളരെ യങ്ങായിട്ടുള്ള ഏജിൽ തന്നെ ഒരു ക്ലബിൻ്റെ പ്രധാന താരമായിട്ട് മാറുന്നതിനെ പറ്റിയിട്ട്. സോ അത് ഞാൻ ആക്ച്വലി ഒരു ഏജ് എന്നുള്ള ലെവലിൽ അല്ല ഉദ്ദേശിച്ചത്. കാരണം ഒരു പ്ലെയർ, ഇപ്പം നിങ്ങൾ കോറു സിംഗിൻ്റെ ഒരു ജേർണി തന്നെ നോക്കും. അദ്ദേഹം ഡയറക്റ്റ്ലി വന്ന് ഫസ്റ്റ് 11ൽ വന്ന് കളിക്കുന്ന ഒരു പ്ലെയറായിട്ട് അങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. സോ അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും സീനിയർ ലെവലിൽ അദ്ദേഹം ഇപ്പം ഐ ലീഗോ അതിന് താഴെയുള്ള ഒന്നും കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹം യൂത്ത് ലെവലിൽ മാത്രം കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു കാര്യത്തിലേക്ക് എത്തണം. ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിൽ തന്നെ കളിക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം അദ്ദേഹം മിനിറ്റ്സ് കളിച്ചിട്ടാണ് ആ ഒരു ലെവലിലേക്ക് വരിക എന്നുള്ളത്. കാരണം നമ്മൾ അവിടെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ലബിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു യങ് പ്ലെയർ ആയതുകൊണ്ട് പല കാര്യത്തിലും ചിലപ്പം മിസ്സുകൾ വരാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലെയറെ നമ്മൾ ഒരു ഫസ്റ്റ് ചോയ്സ് ഒരു പ്ലെയർ എന്ന ലെവലിലേക്ക് നമ്മൾ പരിഗണിക്കുന്ന ഒരു സമയത്ത് ഇപ്പം അദ്ദേഹത്തിന് പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ പ്രഷറായിരിക്കും. കാരണം ഒരു യങ് പ്ലെയർ എന്ന നിലയിൽ കുറച്ച് മിനിറ്റ്സ് വന്ന് ആദ്യം കളിച്ചിട്ടാകുമ്പോഴത്തേക്കും കുറേ ലെസൺസ് അദ്ദേഹത്തിന് തന്നെ ലഭിക്കും. അപ്പം ഈ ഒരു ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ ഇപ്പം എയ്മൻ ആണെങ്കിലും കോച്ച് ആദ്യം പ്രിഫർ ചെയ്തിട്ടുണ്ടാകുക തീർച്ചയായിട്ടും ഒരു സബ് പ്ലെയർ എന്ന നിലയിൽ തന്നെ ആയിരിക്കും. പക്ഷേ നമുക്ക് കഴിഞ്ഞ സീസണിൽ ഇഞ്ചറീസ് കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് അദ്ദേഹത്തിന് കൂടുതൽ ഗെയിം ടൈം എന്ന ലെവലിലേക്ക് വരുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല, ഏജ് കാറ്റഗറിയിലല്ല പറഞ്ഞത്, പൊതുവേ അങ്ങനെയാണ്. ഇപ്പോൾ ലെമീൻ യമാലിൻ്റെയൊക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം പറഞ്ഞാൽ മിനിറ്റ്സ് കളിച്ചാണ് കയറി വന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോറു സിംഗ് കളിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു 60-65 മിനിറ്റ്സ് ഒക്കെയാണ് മാക്സിമം കളിക്കുന്നത്. അത് കോച്ചിന് ആ ഒരു ധാരണയുണ്ട്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. അപ്പം നമുക്ക് ആ ഒരു പൊസിഷനിൽ ഒരു പ്ലെയർ നിലവിലെ സാഹചര്യത്തിൽ വളരെ ആവശ്യമാണ് ഒരു ഫസ്റ്റ് ചോയ്സ് കളിക്കാനായിട്ട്, അവിടെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട്. അപ്പം ആ ഒരു കോമ്പറ്റീഷനും തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്നുള്ളൊരു ഫാക്ടറും അവിടെ ഉണ്ട്. ഇപ്പം നമുക്കറിയാലോ, കോറു ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു കാര്യങ്ങളിൽ താറുമാറാണ്. അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. അപ്പം ഈ ഒരു വിഷയം പറഞ്ഞൊരു സമയത്ത് ഇതും കൂടി ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. എന്താണെങ്കിലും നല്ല കാര്യം, ഒരു പ്രോമിസിങ് പ്ലെയറുടെ കാര്യത്തിൽ ഒരു ദീർഘകാല കോൺട്രാക്റ്റ് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണുക.